അസ്സലാമു അലൈക്കും. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ച ആ വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. നിരക്ഷരനായ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞു വെച്ച പ്രവചനത്തിൻ്റെ അത്ഭുതം കണ്ട് ശാസ്ത്രലോകം പോലും അത്ഭുതപ്പെടുകയാണ്. ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവചനങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് നടത്തിയിട്ടുണ്ട്. അതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞു, ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കാതിരിക്കുന്നു. അത്തരത്തിൽ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രവചനമായിരുന്നു യൂഫ്രട്ടീസ് നദിയെക്കുറിച്ചുള്ള മുത്തുനബിയുടെ ആ വലിയ അത്ഭുതമാക്കപ്പെട്ട പ്രവചനം. ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ബാബിലോൺ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഈ നഗരത്തിന് വലിയ സ്ഥാനമുണ്ട്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത്. തുർക്കിയിൽ ഉത്ഭവിച്ച് സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകി ടൈഗ്രീസ് നദിയുമായി ചേർന്ന് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ് നദി. ചരിത്രപരമായി മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ ഈ നദിക്ക് വലിയ പങ്കുണ്ട്. ആ യൂഫ്രട്ടീസ് നദി അത് വറ്റിവരണ്ടു പോവുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായി അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ലോകത്തോട് പറഞ്ഞു വെച്ചു. അതിൻ്റെ അടിയിൽ നിന്നും സ്വർണത്തിൻ്റെ ഒരു പർവ്വതം വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട്. ആ സ്വർണത്തിനു വേണ്ടി ആളുകൾ പോരാടും. അതിൽ 100-ൽ 99 പേരും മരിച്ചു വീഴും. അന്ത്യകാലത്തെ ഫിത്നയെയും അതോടൊപ്പം മനുഷ്യരുടെ അത്യാഗ്രഹത്തെയുമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഹദീസിലൂടെ സൂചിപ്പിച്ചു വയ്ക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ആ സ്വർണത്തെ കണ്ടാലും അതിൽ നിങ്ങൾ പങ്കാളികളാകരുത് എന്ന്. അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ വലിയ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. യൂഫ്രട്ടീസ് നദി വറ്റിവരണ്ട് സ്വർണം വെളിപ്പെടുന്ന ഈ ഒരു സംഭവം ഇമാം മഹദിയുടെ ആഗമനത്തിന് തൊട്ടുമുമ്പായി സംഭവിക്കുമെന്നാണ് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ഈ സ്വർണം ഇമാം മഹദി ഒരു നീതിയുക്തമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഉപയോഗിക്കുമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൂഫ്രട്ടീസ് നദി വറ്റിവരളുകയും അതിൻ്റെ അടിയിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു പർവ്വതം വെളിപ്പെടുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അപ്പോൾ ആ സ്വർണത്തിന് വേണ്ടി ആളുകൾ തമ്മിൽ പോരാടും. ഓരോ 100 പേരിൽ നിന്ന് 99 പേരും കൊല്ലപ്പെടും. അതിലുള്ള ഓരോ മനുഷ്യനും പറയും, ഞാൻ രക്ഷപ്പെടുന്നവനാണ് എന്ന്. നമുക്കിതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. യൂഫ്രട്ടീസ് നദി വറ്റിവരണ്ടു പോകുന്നത് അന്ത്യനാളിൻ്റെ പ്രധാന അടയാളമായിക്കൊണ്ട് ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമതായി സ്വർണത്തിൻ്റെ ഒരു പർവ്വതം പറയുന്നുണ്ട്. നദി വറ്റിവരളുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും സ്വർണം നിറഞ്ഞ ഒരു വലിയ ശേഖരം വെളിപ്പെടും. ഇതിനെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പർവ്വതത്തോടാണ് ഉപമിച്ചത്. മറ്റൊന്ന് മനുഷ്യരുടെ അത്യാഗ്രഹമാണ്. ഈ സ്വർണം കണ്ടാൽ അത്യാഗ്രഹികളായ ആളുകൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യും. സ്വർണം സ്വന്തമാക്കാനുള്ള ആഗ്രഹം അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. മറ്റൊന്ന്, യുദ്ധത്തിൽ വലിയൊരു നാശമുണ്ടാകും. ഓരോ 100 പേരിൽ നിന്ന് 99 പേരും കൊല്ലപ്പെടും. ഇത് യുദ്ധത്തിൻ്റെ ഭീകരതയും മനുഷ്യരാശിക്കുണ്ടാകുന്ന വലിയ നഷ്ടത്തെയും സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് അഹന്തയും വ്യാമോഹമാണ്. ഈ ഹദീസിലെ അവസാനത്തെ ഒരു ഭാഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇത്രയും വലിയ നാശം സംഭവിച്ചിട്ടും ഓരോ മനുഷ്യനും താൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കും. ഇത് മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായുണ്ടാകുന്ന അഹന്തതയും യുക്തിരഹിതമായ പ്രതീക്ഷകളെയും സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെയും ഭൗതിക സമ്പത്തിനോടുള്ള ആസക്തിയുടെയും അപകടങ്ങളെക്കുറിച്ച് 14 സംവത്സരങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ആ ഒരു പ്രവചനം അക്ഷരാർത്ഥത്തിൽ 100% സത്യമാകുന്ന കാഴ്ചകളാണ് ഗവേഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂഫ്രട്ടീസ് നദി കാലങ്ങൾക്കനുസരിച്ച് വറ്റിവരണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാറ്റലൈറ്റ് ചിത്രം നിങ്ങൾ കണ്ടോ? ഇത് 2 ചിത്രങ്ങളാണ്. ഒന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള യൂഫ്രട്ടീസ് നദി. രണ്ടാമതായി കാണുന്നത് വറ്റുവരണ്ട് കിടക്കുന്ന യൂഫ്രട്ടീസ് നദിയുടെ സാറ്റലൈറ്റ് പിക്ചറാണ്. ഇതിനൊന്നും എത്രത്തോളം നദി കാലങ്ങൾക്കനുസരിച്ച് അത് വറ്റിവരണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇത് വറ്റിവരണ്ട് പോകുന്നത് എന്നുള്ളതിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമതായി കാലാവസ്ഥ വ്യതിയാനമാണ്. രണ്ടാമതായി അണക്കെട്ടുകളുടെ നിർമ്മാണമാണ്. മൂന്നാമതായി ജലത്തിൻ്റെ അമിതമായ ഉപയോഗം. ഇവയൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത്. മധ്യപൂർവ്വദേശത്ത് താപനില വർദ്ധിക്കുകയും മഴയുടെ അളവ് കുറയുകയും ചെയ്യുന്നതിനാൽ
വരൾച്ച വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് യൂഫ്രട്ടീസ് നദിയിലേക്കുള്ള ജലത്തിൻ്റെ അളവിനെ കാര്യമായി ബാധിക്കുന്നു. രണ്ടാമതായി അണക്കെട്ടുകളുടെ നിർമ്മാണമാണ്. തുർക്കി, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ നിരവധി അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ജലസേചനത്തിനും വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയാണ് ഈ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഈ അണക്കെട്ടുകൾ കാരണം താഴെത്തട്ടിലുള്ള രാജ്യങ്ങളിലേക്ക് ജലം എത്തുന്നത് കുറയുകയാണ്. മറ്റൊന്ന്, കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഈ നദിയിലെ ജലം അമിതമായി ഉപയോഗിക്കുന്നത് ജലനിരപ്പ് കുറയാൻ പ്രധാന കാരണമായി പറയുന്നുണ്ട്. ഈ സ്ഥിതി തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2040 ആകുമ്പോഴേക്കും യൂഫ്രട്ടീസ് നദി പൂർണ്ണമായി വറ്റിവരണ്ടേക്കാമെന്നാണ് ഇറാഖിലെ ജലവിഭവ മന്ത്രാലയം പോലുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു സ്വർണത്തിന്റെ പർവ്വതം ഇതുവരെയും യൂഫ്രട്ടീസ് നദിയിൽ കണ്ടെത്തിയതായി എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ യൂഫ്രട്ടീസ് നദിയിൽ നിന്നും സ്വർണം കണ്ടെത്തി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തികച്ചും ഫേക്കാണെന്നും ഔദ്യോഗികമായി അവിടെ സ്വർണം കണ്ടെത്തി എന്നുള്ള രീതിയിൽ യാതൊരുവിധ കൃത്യമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. തമാശയ്ക്ക് പോലും ഒരു കളവ് പറയാത്ത, പറഞ്ഞ പ്രവചനങ്ങളെല്ലാം സത്യമായി പുലർന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഒരു പ്രവചനവും ഭാവിയിൽ അത് പുലരുക തന്നെ ചെയ്യും. ഇവിടെ മറ്റൊരു വിഷയം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞ ആ ഒരു സ്വർണം, അത് യഥാർത്ഥ സ്വർണമാണോ അതോ മറ്റൊരു രൂപത്തിലുള്ള ഭൗതികമോ അല്ലാത്തതോ ആയ സമ്പത്തിനെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ ഒരു പരാമർശമാണോ എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ യൂഫ്രട്ടീസ് നദി വറ്റിവരണ്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ വലിയ വിലപിടിപ്പുള്ള മൂല്യമുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ അത്ഭുതമാക്കപ്പെട്ട കാര്യമാണ്. നദിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതോടുകൂടിയാണ് ചില പുരാവസ്തു അവശിഷ്ടങ്ങളും പുരാതന ചരിത്രപരമായ സ്ഥലങ്ങളുമൊക്കെ അതിൽ നിന്നും പുറത്തേക്ക് വന്നത്. തുർക്കി, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നദിയിലെ ജലം വറ്റിയപ്പോൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ ശേഷിപ്പുകൾ വെളിപ്പെട്ടതായി പല റിപ്പോർട്ടുകളുമുണ്ട്. ബാബിലോൺ, മരിയ, ദുറ, യൂറോപ്പോസ് പോലുള്ള പുരാതന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ, ചരിത്രപരമായ കോട്ടകൾ, മറ്റു പുരാതന വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. BC 3-ാം സഹസ്രാബ്ദത്തിലെ പുരാതന സെമിറ്റിക് നഗരമായ മരിയായിലെ കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതോടൊപ്പം ദുറ, യൂറോപ്പോസ് പുരാതന നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടുകിട്ടി. ഹലബിയെ, സൽസലിയെ എന്ന് പറയുന്ന സിറിയയിലെ പുരാതന കോട്ടകളുടെ അവശിഷ്ടങ്ങളും പുറത്തുവന്നു. മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, മറ്റുപകരണങ്ങൾ, പുരാതന കാലത്തെ കരകൗശല വസ്തുക്കൾ എന്നിവയും കണ്ടെത്തി. ഇത് ചരിത്രപരമായി വലിയ മൂല്യവത്താണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രപരമായ സമ്പത്തുകളാണ് ഇത്തരത്തിൽ ആ നദിയിൽ നിന്നും ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ആ വലിയ പ്രവചനം സത്യമായി പുലരുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞു വെച്ച ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവചനങ്ങൾ ഈ ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി അന്ത്യനാളിന് അധിക നാളുകളില്ലാതെ തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.